ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ജയിൽ നോമിനേഷൻ കാര്യങ്ങളെല്ലാം ഇന്ന് കഴിഞ്ഞു. ഇന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് പറയാം. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പ്ലീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ജയിൽ നോമിനേഷനൊക്കെ അതിന് പറയാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഓരോ പ്രാവശ്യം ലാലേട്ടൻ എപ്പിസോഡിൽ വരുമ്പം ലാലേട്ടൻ ആകെപ്പാടെ പറയുന്ന ആൾക്കാർ, ചീത്ത പറയാനായിട്ട് ലാലേട്ടന് പറ്റുന്ന ആൾക്കാർ അനിമോളുടെ മുഖമാണ്. അനിമോളെ കാണുമ്പോൾ ലാലേട്ടൻ എവിടെ നിന്നൊക്കെ പെരുത്ത് കയറി വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അനിമോളുടെ ഭാഗത്ത് നിന്ന് തെറ്റിനേക്കാൾ ഉപരിയായിട്ട് ഈ ആഴ്ച നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ അത് ചോദിക്കും എന്തൊക്കെയാണെന്നല്ലേ. ലാലേട്ടൻ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. 2 ദമ്പതിമാരുണ്ട്, ആദില നൂറ. അതുപോലെ തന്നെ നമ്മുടെ ജിസേൽ ആര്യനെ പോട്ടെ. ആര്യൻ ഈ ആഴ്ച വളരെ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്ത് വളരെ നന്നായിട്ട് ടാസ്ക് കളിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആര്യനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ആര്യന് നമ്മൾ അതിൽ നിന്ന് വിട്ടേക്കുന്നത് ഈ 3 ആൾക്കാർ. അപ്പോൾ ആദില നൂറ നമ്മൾ ഈ അക്ബറിനെ കക്കൂസ് എന്നാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ വീക്കിൽ തന്നെ രണ്ടാമത്തെ വീക്കിൽ തന്നെ രേണു സുധി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് കൊണ്ടാണ് നമ്മൾ ആദില നൂറിനെ കക്കൂസ് എന്ന് പറയും. ആദില എന്താ പറയുക, നമ്മൾ അക്ബറിനെ കക്കൂസ് എന്ന് വിളിക്കുന്ന അക്ബറിനെ ഇത്രമാത്രം നെഗറ്റീവ് ആക്കിയത് അതുകൊണ്ടാണ്. ഇപ്പം ഇവിടെ സംഭവിച്ചത് എന്താണ്? നൂറ ഇന്നലെ നമ്മുടെ അനീഷിനെ കക്കൂസ് എന്നാണ് സംബോധന ചെയ്തത്. അതുപോലെ തന്നെ ആദില കുറെ ദിവസമായിട്ട് വളരെ മോശമായിട്ടാണ് അനീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായി ഈ ടാസ്ക് നടന്ന സമയത്ത് ഈ ടാസ്കിനിടയ്ക്ക് ഒരു ഉന്തുണ്ടായി. കാരണം താഴോട്ട് വീണ ഒരു സാധനം എടുക്കാനായിട്ടും കണ്ട് ആദില കുനിയാതാണ്ട് ചെയ്ത് ആ ഒരു ടാസ്കിൻ്റെയും പ്രശ്നങ്ങളുടെ ഇടയിൽ കുനിഞ്ഞപ്പോൾ അനീഷ് ഇങ്ങനെ മാറിയപ്പോൾ അത് ഒരു ഉന്ത് അവിടെ ഉണ്ടായി. പരസ്പരമുള്ള ഒരു ഉന്ത് അതിലവിടെ കഴിഞ്ഞു. ടാസ്കിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ആരും അറിഞ്ഞില്ല. പക്ഷെ ഒരു നിമിഷം നിന്നിട്ട് നടന്നുപോയ അനീഷിൻ്റെ പുറകിൽ ഓടിപ്പോയി ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ആദില ഒരു ഒറ്റ ഇടിച്ചു. എന്ത് വിളിച്ചുകൊണ്ടാണ്? നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇത് അപ്പോൾ ഇത് വിളിച്ചുകൊണ്ടാണ്, തമിഴിലെ ഇതാണ്. അപ്പോൾ മൈ എന്ന് വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി ഒരൊറ്റ ഇടിച്ചു. ഇത് കണ്ടത് പ്രധാനമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ലൈവ് കാണുന്ന, നമ്മളിവിടെ കാണാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ലൈവിൽ നമ്മൾ പലതും കാണും. ഇത് ഹൗസ് മേറ്റ്സ് കാണാത്ത പല ആൾക്കാർ അവരിനി അകത്തുനിന്ന് പുറത്ത് വന്നതിന് ശേഷമായിരിക്കും അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് കണ്ട ആൾക്കാർ 2 പേര് ജയിലുണ്ടായിരുന്നു. ആരൊക്കെയാണ്? നിവിനും ജിഷിനും. പിന്നെ അല്ലാതെ പല ആൾക്കാരും കണ്ടു. ആര്യൻ കണ്ടു, അഭിലാഷ് കണ്ടു, ഇവരെല്ലാം കണ്ടു. അപ്പോൾ ഇത് ഒരു റിഫ്ലക്സ് റിയാക്ഷൻ്റെ പുറത്താണ് ഇടിച്ചതെന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു റിഫ്ലക്സ് റിയാക്ഷൻ ആണോ? ഒരിക്കലും അല്ല. ഇതൊരു നടന്നുപോയ ഒരു മനുഷ്യനെ ചെന്ന് പുറയിൽ കൂടെ ചെന്ന് ഇങ്ങനെ കൈ മുഷ്ടി ചുരുട്ടി ആഞ്ഞു മുതുവത്തിടിക്കുകയായിരുന്നു. എന്നിട്ട് ചീത്തയും കൂടി വിളിച്ചിട്ട്, മൈ എന്നുള്ള ചീത്തയും കൂടി വിളിച്ചിട്ട് ആണ് ഇടിച്ചത്. അപ്പോൾ ഇന്നിത് ജയിൽ നോമിനേഷനിൽ എല്ലാവരും പറഞ്ഞു. അറിയാത്ത ആൾക്കാരും ഇന്ന് അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനിമോൾ ഇതുവരെയും ഇതിനെക്കുറിച്ച് ഇവരോട് ഇത്രയും ഇവരെ കൂടെ വന്ന് കിടക്കുന്ന ഇതെല്ലാം ചെയ്തിട്ട് അനിമോൾ ഇതുവരെ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അനിമോൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പോൾ ചോദിക്കുമെന്ന് നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാം. അനിമോള് അത് തീർച്ചയായിട്ടും എത്ര ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടിയാലും യഥാർത്ഥത്തിൽ ഈ ആദില ഫ്രണ്ട്സ് ആവാൻ ആദിലയും നൂറയും ചെന്ന് എന്തുകൊണ്ടാണ്? ഈ പ്രാവശ്യം ഇവർ നെഗറ്റീവ് ആവുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വെച്ചിട്ട് നെഗറ്റീവ് ആവുമെന്ന് അറിയാം. അപ്പോൾ ആദില പുറത്ത് പോകാതിരിക്കാൻ നൂറയായിട്ടുള്ളൊരു കളിയാണ്. അനിമോളുമായിട്ട് കൂട്ടുകട. അനിമോൾ ഈ പ്രാവശ്യം നോമിനേഷൻ ഇല്ല. അനിമോളുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ആ വോട്ടുകൾ മുഴുവൻ കിട്ടും. മനസ്സിലായില്ലേ? ഈ ആദില നൂറ ഇപ്പം ഇത് ലാലേട്ടൻ ഈ ആഴ്ച ചോദിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. കാരണം ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും, ഒരു ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും, അത് അനിമോളായാലും പിന്നെ ലിഫ്റ്റിക്ക് തുടയ്ക്കാൻ നേരിട്ടിട്ട് കൈ ഇങ്ങനെ നിർത്തിയപ്പോഴത്തേക്കും അതെടുത്ത് വെച്ച് ചോദിക്കുന്നു. പിന്നെ അതുപോലെ അവർ ഉമ്മ വെച്ചത് പറഞ്ഞത് പിന്നെ ലാലേട്ടൻ അത് കളയാമായിരുന്നല്ലോ. ലാലേട്ടൻ ഒരു സില്ലിയായിട്ട് കളയാവുന്ന കാര്യമായിരുന്നു. ലാലേട്ടൻ എന്തിനാണ് അത് ചോദിച്ച്? നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ലാലേട്ടൻ നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് വൃത്തികളാണ് പറയുന്നതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ ഷാനവാസിനെ നെവിൻ്റെ കാര്യം എങ്ങനെയാണ് ലാലേട്ടൻ കൈകാര്യം ചെയ്തത്? വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടല്ലേ കൈകാര്യം ചെയ്തത്. അത് പുറത്താരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, അതങ്ങനെ പോയില്ല. അതുപോലെ തന്നെ ഇതും ലാലേട്ടന് കളഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ അങ്ങനെ ചോദിച്ചൊരു ലാലേട്ടൻ്റെ ഇത്ര വലിയ ഒരു ഇഷ്യൂ, ഒരാളിനെ ഇടിച്ചിട്ട് തെറി വിളിച്ചുകൊണ്ട് ഇടിച്ചത് തിരിച്ച് ചോദിക്കുമോ? കാരണം അയാൾ പരാതി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അയാൾ പരാതിപ്പെട്ടില്ല. പരാതിപ്പെടുന്ന അയാളുടെ ഒരു ക്വാളിറ്റിയാണത്. അയാൾ കാരണം ഒരാൾ ഔട്ടായി പോകണ്ട, പുറത്തേക്ക് പോകാൻ അയാൾക്ക് താല്പര്യമില്ല. എനിക്ക് അയാളോട് കുറച്ചും കൂടി ഇതുവരെ ഉണ്ടായതിലേക്കാൾ കൂടുതൽ റെസ്പെക്റ്റാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിന്റെ ക്വാളിറ്റി അളക്കുന്നത് എങ്ങനെയാണ്? പിന്നെ അയാൾ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അയാൾ അഗ്രഷൻ അയാൾക്കും ഒരു മനുഷ്യനല്ലേ, അയാൾക്ക് ഇമോഷൻസ് ഇല്ലേ? അയാൾ ഇമോഷൻസ് ഔട്ട്ബേൺ ചെയ്യില്ലേ? എൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ അയാളുടെ ഇമോഷൻസിലാണ് ആ ടാസ്കിൽ അയാളെ ഒറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് അത് കൊടുക്കത്തില്ല എന്ന് തോന്നുമ്പോൾ അയാൾ അത് തട്ടി തെറിപ്പിച്ചു. അത് ഒരു കാര്യമില്ല, അത് ടാസ്കിന്റെ ഭാഗമാണ്. അത് ഇറ്റ്സ് ആൻ ടാസ്ക് ആണ് അത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് മനഃപൂർവ്വം ഒരാളിനെ ദിവസങ്ങളായി ദ്രോഹിക്കുകയാണ്. ഈ അഴുക്ക് വെള്ളം, പാത്രം കഴുകുന്ന വെള്ളം എടുത്ത് ഒഴിക്കുന്നു. ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ലാലേട്ടൻ്റെ വീട്ടിൽ ചെല്ലുവാണ്. അവർ കഴിച്ച പാത്രമാണ്, ലാലേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടൻ്റെ അമ്മയുടെ മോന്തയ്ക്കോട്ട് അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ ലാലേട്ടൻ്റെ അവസ്ഥ എന്താവും? അങ്ങനെ തന്നെ ചെയ്യണം. ഇവർക്ക് കേട്ടണേ കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും കേട്ടാത്ത ഒരവസ്ഥയാണ്. സ്വന്തം നാട്ടിൽ പോലും കയറത്തില്ല. ലക്ഷ്മി പറഞ്ഞത് തിരുത്തി പറയാം. ലക്ഷ്മി പറഞ്ഞത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തതെന്നാണ്. പക്ഷെ നാട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത 2 എണ്ണമാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് തരുവാണ് ഓരോ ദിവസവും. നമ്മളത് ലക്ഷ്മിയെ ചീത്ത പറഞ്ഞു, ലക്ഷ്മി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഭയങ്കര തെറ്റാണ്, ലക്ഷ്മി ചെയ്തത് ലോക അപരാധമാണെന്നൊക്കെ നമ്മളിവിടെ വന്നിരുന്ന് ഘോരം വീഡിയോസ് ഇട്ട്. പക്ഷെ എന്താണ് കാരണം? ലക്ഷ്മി അത് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അതായിരുന്നില്ല പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത് തെറ്റാണ്. ലക്ഷ്മി പറയേണ്ടത് നാട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങളെന്നാണ്. അത്രമാത്രം സംസ്കാരശൂന്യമായ, സംസ്കാരമില്ലാത്തത്ര പ്രവൃത്തി വാക്കുകളാണ് ഈ പെൺപിള്ളേരെ വായിന്ന് വരുന്നത്. ഇതിലുള്ള കുട്ടികളൊന്നുമല്ല. പിന്നെ അനീഷ് അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്നത് എന്തോടെ? അനീഷ് പ്രകോപിപ്പിച്ച വായോ 1 മണിക്ക് ഒരു പാത്രം കഴുകാൻ ഒരു പാത്രം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, അതവിടെ കിടന്ന് ഈച്ച കയറുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പോയി വിളിച്ചത്. വായോ ആദില വന്ന് പാത്രം കഴുകുക, പാത്രം കഴുകുക. അതായത് 3-4 പ്രാവശ്യം പറയാം. അയാളുടെ ക്യാരക്ടർ അതല്ലേ. എന്നിട്ട് മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അയാളോട് മാറിയിരുന്നു. എന്നിട്ടും പാത്രം കഴുകാൻ വരുന്നില്ല. അയാൾ വിളിക്കേണ്ട, അയാളൊരു റസലിന്റെ ക്യാപ്റ്റൻ അല്ലേ, അയാളൊരു ക്യാപ്റ്റൻ അല്ലേ, അയാൾ വിളിക്കേണ്ട ആവശ്യമില്ല. അത് വിളിച്ചാൽ എന്താണ് തെറ്റ്? എന്തിനാണ് ഇവർക്ക് അത്രയും കുരുവിട്ടുന്നത്? എന്തിനാണ്? അല്ലെങ്കിൽ അയാളുടെ ക്യാപ്റ്റൻസി അയാളുടെ ടീമിലാണെന്നുണ്ടപ്പോൾ എനിക്ക് അയാളുടെ ടീമിൽ വരാൻ താല്പര്യമില്ലെന്ന് മറ്റേ ക്യാപ്റ്റനോട് പറയണമായിരുന്നു, ഹൗസ് ക്യാപ്റ്റനോട് പറയണമായിരുന്നു എനിക്ക് അയാളുടെ ടീമിൽ വരാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് കുരു വെട്ടാൻ നിൽക്കുന്നത്? അയാളും വെസലിന്റെ ക്യാപ്റ്റനാണ് അല്ലേ പറയണത്. അയാളുടെ ക്യാപ്റ്റൻസി എനിക്ക് താല്പര്യമില്ല. ജിസേൽ എന്ന് പറഞ്ഞില്ലേ എനിക്ക് അയാളുടെ ക്യാപ്റ്റൻസിയിൽ നിൽക്കാൻ താല്പര്യമില്ല. ജിസേൽ മാറി, അതുപോലെ മാറിപ്പോണമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ അയാൾ വിളിക്കുമ്പോൾ അതിന് വേണമെങ്കിൽ കേൾക്കുക, കേട്ടില്ലെങ്കിൽ അയാൾ പോയി അയാൾ കഴിവാന്ന് പറഞ്ഞപ്പോൾ ചെന്ന് അയാളെ തന്നെ പിടിച്ചു വാങ്ങിക്കുന്നു, സ്പൂൺ എടുത്തെറിയുന്നു. എന്നിട്ട് അയാളെ മുഖത്തോട്ട് അഴുക്കും പാത്രവും ഉപ്പുമാവും എല്ലാം കൂടി വീഴുന്നു. എന്തുകൂടെ ഇത്? എന്തിനാണ് ഇവരൊക്കെ ഇങ്ങോട്ട് BB ഹൗസിലേക്ക് വന്നത്? ഞാൻ ഇങ്ങനാണ്, ഇയാൾ ആരാണ് എന്നെ വിളിക്കാന്ന്? അയാൾ വെസലിന്റെ ക്യാപ്റ്റനാണ്. നീ ആര്? നീ വെസൽ ക്യാപ്റ്റന്റെ കീഴിലുള്ള ഒരു ജോലിക്കാരി, ഒരു ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു വ്യക്തി. നീ വേണമെങ്കിൽ കേൾക്കണം. പിന്നെ എല്ലാവർക്കും ഇവളുമാരെ പറയാനായിട്ട് ഭയങ്കര പേടിയാണ്. എനിക്ക് തോന്നുന്നു ഹൗസിൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഇതുവരെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പോകുന്നു. അല്ല ഞാൻ ആലോചിക്കട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ മോനെയൊന്നും ഒരിക്കലും ഇതാണെങ്കിൽ ലെസ്ബിയനോ അല്ലെങ്കിൽ ഗേ ആവാനോ ഞാൻ സമ്മതിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവന് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പറയും എനിക്ക് മക്കളെ, എനിക്ക് പുറത്തിറങ്ങി ജീവിതം, നീ എന്താണെന്ന് അയക്കോ, നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ജീവിതം, നീ പ്രായപൂർത്തിയാകുമ്പോൾ നീ നിൻ്റെ ജീവിതം തിരഞ്ഞെടുത്ത് പൊക്കോ. എനിക്ക് നാണക്കേടുണ്ട്. കാരണം ഇതൊക്കെ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണ്. എനിക്കതൊന്ന് നോർമലൈസ് ചെയ്യാനോ പോയിട്ട് എനിക്ക് ഇത് നോർമലൈസ് അല്ലല്ലോ, ഇവരെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പെണ്ണും കല്യാണം കഴിക്കുന്നത്, ആണും കല്യാണം കഴിക്കുന്നത്, പിന്നെ പെണ്ണാണാവുന്നത്, ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് അവർക്ക്. ഇത് കാണുവാണ് കുഞ്ഞുങ്ങൾ. ഈ ബിഗ് ബോസ് കൊണ്ട് എന്താണ് ഇവരിപ്പം ഇവിടെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജ്? അല്ലാതെ ഈ ലെസ്ബിയൻ പെൺപിള്ളാരെ കൊണ്ടുവന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ്? എന്താണ്? ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, മോശം മാത്രം. കുട്ടികൾ വരെ വിചാരിക്കും പെണ്ണിനെയും പ്രേമിക്കാം, അല്ലെ ആണിനെയും പ്രേമിക്കാം, പിന്നെ പരസ്പരം ഉമ്മ വയ്ക്കാം, പരസ്പരം അങ്ങനെ ചെയ്യാം, തുണിയില്ലാതെ നടക്കാം. ഇതൊക്കെ തന്നെയാണ് പിള്ളേർ കാണുന്നത്. എന്നാ ചോദിക്കും, ഇതൊക്കെ കണ്ടിട്ടാണോ പിള്ളേരെല്ലാം തുണിയില്ലാതെ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷെ ഇതിനെല്ലാം ഒരു പ്രോത്സാഹനമാണ്. ഇതെല്ലാം ഒരു പ്രോത്സാഹനമാണ്. അവരെ ഇൻസ്പയർ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ ആയിക്കോ. ഇതിപ്പോൾ കൊച്ചു മക്കളുള്ള എൻ്റെ മോൻ കുറച്ച് വലുതായിട്ടും അവനെ സംബന്ധിച്ചുള്ള അവന് വിദ്യാഭ്യാസമുള്ള കുട്ടിയായതുകൊണ്ട് അവനറിയാം. അല്ലെങ്കിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവർ വിചാരിക്കും ഇതെല്ലാം കറക്റ്റാണ്. അവരുടെ മാതാപിതാക്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർ തീ തിന്നുവാണ്. ഈ ഷോയൊക്കെ കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ തീ തിന്നുവാണ്. അയ്യോ നമ്മുടെ മക്കൾ അങ്ങനെ ആയിപ്പോവും. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇതൊന്നും നോർമലൈസ് ആയിട്ട് ഒരു ഇതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതൊരു പ്രകൃതി വിരുദ്ധത തന്നെയാണ്. ഇതൊന്നും എൻ്റെ മക്കളെന്ന് ഞാൻ അംഗീകരിക്കത്തില്ല. ഉള്ളത് പറയാമല്ലോ. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും.
മക്കളെ ഇതല്ല, ശരിയല്ല, ഇത് തെറ്റാണ്, അവരെ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും. കാരണം ഇത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ വീഴ്ചകളിൽ സംഭവിച്ചതാണോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കും. അല്ലാണ്ട് ഇതൊന്ന് നോർമലാക്കിയോ ഇത് ഇങ്ങനെയുള്ളവരെ പൊക്കി പിടിച്ച് ഇവരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയർന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ പഴയ മനസ്സായിരിക്കും, മുതുക്ക് മനസ്സായതുകൊണ്ടായിരിക്കാം, പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതെന്നാ ഞാൻ പറഞ്ഞു, ഇവർ സന്തോഷമായിട്ട് ഞാനിവരെ സപ്പോർട്ട് ചെയ്ത കുട്ടികളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത്. അവർ നല്ല ക്യാരക്ടറാണ്, പക്ഷെ അയ്യോ അവരുടെ ക്യാരക്ടറെല്ലാം എക്സ്പോസ്ഡ് ആവുകയാണ്. ഇവരൊക്കെ വളരെ വൃത്തികെട്ട, ഇത്രയും വൃത്തികെട്ട ക്യാരക്ടറുള്ള പെൺപിള്ളേര് എന്താ വൃത്തികെടാന്ന് വരെ വായിന്ന് വരുന്നത്. ഈ നൂറ എന്ന് പറയുന്നത് നമ്മളേക്ക് നൂറ എങ്ങനെ ഭയങ്കര നൂറ പാരൻസിനെയൊക്കെ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവരെ ഇങ്ങനെ കൊണ്ട് നടന്നതാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാണ് തോന്നുന്നത്. അവർ നമ്മളെ ഒന്നുമില്ലെങ്കിൽ അവർ നമ്മളെ ജനിപ്പിച്ച് വളർത്തി പാലൂട്ടി നമ്മളെ ഇച്ചിരിയെങ്കിലും വളർത്തിയില്ല, അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ എന്തും പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെ വേണമെങ്കിലും എന്തും പറയും. അത് കറക്റ്റാണ്. കാരണം അവരുടെ മുന്നിൽ ബഹുമാനമൊന്നുമില്ല, അവരുടെ മുന്നിൽ ഒന്നുമില്ല. ഇനി ലാലേട്ടൻ വിചാരിക്കും ഞാൻ വലിയ മഹാനടനല്ലേ, ഞാൻ വലിയ മോഹൻലാലല്ലേ, ഞാൻ വലിയ സംഭവമല്ലേ എന്ന്. ഒന്നുമില്ല, അവർക്കൊരു മര്യാദയില്ല. സ്വന്തം മാതാപിതാക്കളോട് ഒരു മര്യാദ പോലും കാണിക്കാത്ത ഇത്തരത്തിലുള്ള വ്യക്തികൾ, അതും ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ പിന്നെ ആരോട് മര്യാദ കാണിക്കാനാണ്? ലോകത്തിൽ ഒരു മനുഷ്യരോട് അവരുടെ മര്യാദ പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച നമ്മൾ വിഡ്ഢികൾ. ഞാൻ വിഡ്ഢിയായി, സത്യം പറയാലോ. ഞാൻ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്നും കൂടി ആലോചിക്കുക, അത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ ലാലേട്ടൻ ഇത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അടുത്തത് എനിക്ക് ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് വരാം. ജിസേൽ ഇന്ന് ബിന്നിയെ വിളിച്ചോ? ഇന്നലെ ബിന്നിയെ ബിച്ച് എന്ന് വിളിച്ചു. ഇന്നലെ മെനഞ്ഞാന്ന് പറ്റും. അതുപോലെ തന്നെ ജിസേലിൻ്റെ വായിൽ നിന്ന് എപ്പോഴും ഫക്ക് ഓഫ് എന്ന് വരുന്നുണ്ട്. ഇത് തെറിയാണോ? ഇതാണ് ഇവിടെ. അപ്പോൾ അവർ പറയുന്നത് തെറിയല്ലെന്നാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കിത് തെറിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ തെറിയല്ല എന്ന് തോന്നുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിതൊന്നും തെറിയല്ല, ബിച്ചെന്ന് വിളിച്ചതും തെറിയല്ല, എന്താ പറയുക മറ്റത് പറഞ്ഞതും തെറിയല്ല എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ബോക്സിൽ തന്നെ. കാരണം എൻ്റെ പഠിത്തത്തിൻ്റെ അനുസരിച്ച് എനിക്കിതൊക്കെ ഭയങ്കര തെറിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഒരു റിയാലിറ്റി ഷോയിൽ, ഇത്ര പോപ്പുലറായിട്ടുള്ള ഒരു ഷോയിൽ പറയാൻ പാടുണ്ടോ? കാരണം ഒന്നുമില്ലെങ്കിലും ഒരു 3-4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ നേടിയ ഒരാളാണ്. പക്ഷേ വിദ്യാഭ്യാസം ഒരു വിവരത്തിനും മാനദണ്ഡമല്ല, അത് ഞാൻ ആദ്യം പറയുന്നു. പക്ഷെ എന്നാലും ഇതൊക്കെ തെറിയാണെന്നുള്ളതാണ് എൻ്റെ ഈ കുഞ്ഞു മനസ്സ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞറിവ് എന്നെ മനസ്സിലാക്കുന്നത്. അപ്പം അതല്ല എന്ന് തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ലാലേട്ടൻ്റെ പെറ്റായിട്ടുള്ള ലെസ്ബിയൻ ഈ പെൺപിള്ളാരെയും അതുപോലെ തന്നെ നമ്മുടെ ജിസേൽ മാമി, പ്ലാസ്റ്റിക് മാമിയെയും ലാലേട്ടൻ ഈ ആഴ്ച എന്താണ് പറയുന്നത്? ഇവരെ ലാലേട്ടൻ എന്തെങ്കിലും പറയോ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ലാലേട്ടൻ്റെ എപ്പിസോഡിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന ആരാണ്? ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ അനുമോളുടെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ആഴമൊന്നും എനിക്കറിയത്തില്ല, നല്ല ഫ്രണ്ടാണെന്നുള്ളത്. ഞാൻ പല ഇൻ്റർവ്യൂസും അവരുടെ ഒരു സീരിയൽ ജേർണിയും അതുപോലെ തന്നെ അവരുടെ പല ഇൻ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അനുമോളുടെ നല്ല ഫ്രണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരപ്പോൾ ഒരു സീരിയലിൻ്റെ പ്രൊമോഷനുമായിട്ടാണ് അവിടെ വന്നത്. ഏതോ ഒരു പുതിയ സീരിയൽ തുടങ്ങിയിട്ടുണ്ട്. ആ സീരിയലിൻ്റെ ഏഷ്യാനെറ്റിലെ 10 മുതൽ എന്തോ ഒരു സീരിയലുണ്ട്, ഹാപ്പി കപ്പിൾസ്. ആ ഒരു സീരിയലിൻ്റെ പ്രൊമോഷനുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടോ അനുമോളെ ഇങ്ങനെ കാണിക്കുന്നത്, അനുമോൾ എന്തുകൊണ്ടോ ജീവനുമായിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ അത് കണ്ടപ്പോൾ ഇനി അനുമോൾ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് ഒന്നും എനിക്കറിയില്ല. എന്താണെന്നൊന്നും അറിയാതെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അനുമോൾ എന്തോ കുറച്ച് അകന്ന് ഇപ്പുണ്ടായിരുന്നു. തിരിച്ച് പോകാൻ നേരത്തെ ജീവൻ വന്ന് അനുമോളുടെ അടുത്ത് വന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു, ദേഹത്തോട്ട് തട്ടുന്നുണ്ടായിരുന്നു, പിടിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ. അപ്പം അനുമോൾ ആന്ന് പറഞ്ഞെങ്കിൽ മാറിപ്പോകുന്നുണ്ടായിരുന്നു. എന്താണ് റീസൺ ഒന്നും നമുക്കറിയില്ല. കാരണം ജീവൻ വന്ന സമയത്ത് ജീവന് ആ പെണ്ണ് എന്തോ ഒരു പേരുണ്ട്, മരിയ എന്തോ ഒരു പേര്, ആ ലേഡിയും കൂടി വന്ന സമയത്ത് നോക്കിയിട്ട് അനുമോള് ആദില നൂറ അനുമോളുടെ കൂടെ പോയി ഡ്രസ്സിങ് റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അനുമോൾ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഒപ്പുന്നുണ്ടായിരുന്നു. അതും നമുക്ക് റീസൺ അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അതിന് ജീവനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ജീവൻ തന്നെ അതിനുള്ള റിപ്ലൈ പറയട്ടെ. അപ്പം എന്തായാലും അവർ ഗസ്റ്റ് വന്നു, അവർ പോയി കഴിഞ്ഞപ്പം അനിമോൾ ഓക്കെ ആയിരുന്നു. എന്തായാലും അനിമോൾ ഇന്ന് സുഖമില്ലാണ്ടിരിക്കുന്ന ദിവസം ആയതുകൊണ്ടായിരിക്കാം മേ ബി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അനിമോൾ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ നീ വിഷമം തോന്നിയതാണ്. നീ ജീവനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് വേറെ വല്ല ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻ അവർ തമ്മിലുണ്ടോ എന്നും നമുക്കറിയത്തില്ല. ഇനി എന്ത് തന്നെ ആയാലും നന്നായിട്ടിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഈ അവസരത്തിൽ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ജയിൽ നോമിനേഷനാണ് വന്നത്. ജയിൽ നോമിനേഷൻ നമ്മൾ നോർമലി നമുക്കറിയില്ല, അവർക്കും അറിയാം ആരൊക്കെ ആയിരിക്കും ജയിലിൽ പോകാൻ സാധ്യതയെന്ന്. അപ്പോൾ വേറെ ആരുമല്ല, നമ്മൾ ഊഹിച്ച ആൾക്കാർ തന്നെയാണ്. അനീഷും ആദിലയുമാണ് ജയിലിലേക്ക് പോകാൻ പ്രാപ്തിയുള്ള ആൾക്കാരെന്ന് ഹൗസ് മേറ്റ്സ് തിരഞ്ഞെടുത്തു. റീസൺ ഇതൊക്കെ തന്നെയാണ്. അനീഷ് ടാസ്കിനകത്ത് ടാസ്കിൻ്റെ സാധനങ്ങളൊക്കെ എറിഞ്ഞുടച്ചു. അതുപോലെ തന്നെ
എന്താ പറയുക, എറിഞ്ഞുടച്ചു. അതാണ്. പിന്നെ ചിലവർ പിന്നെ ആദിലയുടെ ഈ ബിഹേവിയർ ചീത്ത വിളിച്ചു, അനീഷിനെ ഇടിച്ചു എന്നുള്ളതാണ് ആദിലയുടെ. പിന്നെ പ്രത്യേകിച്ച് അനീഷിന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചതും അതുമല്ല, ആൾക്കാർ എല്ലാവരും ഹൗസ് മേറ്റ്സ് എല്ലാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആദിലയും അനീഷിനെയാണ് ജയിലിലേക്ക് പോകാൻ ഹൗസ് മേറ്റ്സ് തിരഞ്ഞെടുത്ത പ്രാപ്തിയുള്ള അംഗങ്ങളായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്. വേറെ വലിയ വിശേഷങ്ങളൊന്നുമില്ല, ഈ ഒരു കാര്യങ്ങളാണ്. പിന്നെ ഇന്നലെ തന്നെ നമ്മൾ വിചാരിച്ചു ആര്യനും ജിസേലും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അവർ സോൾവ് ആയി. അതുപോലെ തന്നെ അനീഷും ഷാനവാസും. അനീഷ്, നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കണം. ഇപ്പം കുറേ സമയമായി വീഡിയോ ലെങ്ത് ആവുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര സ്പീഡ് സംസാരിക്കുന്നത്. ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് അങ്ങനെ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമേകുക, ആർക്കാണ് ദോഷമേകുക എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം. അനീഷും ഷാനവാസും തമ്മിലുള്ള ഈ കോംബോ മുന്നോട്ട് പോയാൽ, ഒരു തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോ മുന്നോട്ട് പോയാൽ അത് അനീഷിന് ദോഷം ചെയ്യും. കാരണം ഷാനവാസ് അനീഷും കൂടി ഒരുപാടങ്ങ് അടുക്കണ്ട. കാരണം അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് കളി കളിക്കട്ടെ എന്നുള്ളത് മാത്രമാണ്. രണ്ടുപേരെയും നമുക്ക് ഇഷ്ടമാണ്. അനിമോള്, അനീഷ്, പിന്നെ അതുപോലെ തന്നെ ഷാനവാസ്, മൂന്നുപേരെയും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്ന മൂന്നുപേരും മൂന്നായിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കട്ടെ. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ്, പക്ഷെ കോംബോ ആയിട്ട് ആ ഒരു കോംബോ കളിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ.